ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും ഇത്തിരി ഉപ്പും ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴയ്ക്കുന്നുണ്ട്. നല്ല പോലെ പദം വരുന്നത് പോലെ നല്ല സോഫ്റ്റ് ആവണം. എന്നാലേ നമുക്ക് നൂൽപുട്ട് നല്ലപോലെ പെട്ടെന്ന് കിട്ടുള്ളൂ, സോഫ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ഇത് രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാവ് ശരിക്ക് കാണാൻ കഴിയാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിലും ആ പിരിയിലും നമ്മൾ നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. അതിൽ പിന്നെ തട്ടിലും അതുപോലെ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂൽപുട്ടിന് ചെയ്യുന്ന പോലെ തന്നെ ഓരോ ഉരുളകളാക്കിയിട്ട് സെവനാഴിയിൽ വെച്ച് നമുക്ക് ഓരോ തട്ടിലുമായിട്ട് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ തട്ടിലാക്കിയിട്ട് അതിനകത്ത് വയ്ക്കുക, ആവി കൊള്ളിക്കാൻ ആയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, നമ്മളത് കാസറോളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഗോതമ്പ് കൊണ്ട് തന്നെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏട്ടന് രാവിലെ പണിക്ക് പോകുന്നതുകൊണ്ട് ഏട്ടന് രാവിലെ ചായയും പലഹാരം എന്തെങ്കിലുമായിട്ട് കഴിക്കാനും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ചുട്ട് നമ്മൾ ഏട്ടൻ്റെ പാത്രത്തിൽ ഒരു ടിഫിൻ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ ചായയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡാകുമ്പോഴേക്കും ഉച്ചയ്ക്ക് ആൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തീ കൂട്ടാനുള്ള പുറപ്പാടാണ്. അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് കലത്തിൽ വെള്ളം കോരുകയാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കണം. അതിനായിട്ട് നമ്മൾ വെള്ളം കോരി അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. വെള്ളമായിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഒരു കുടത്തിലും കൂടെ വെള്ളം ശേഖരിക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ അടുക്കള ആവശ്യത്തിന് ചായയ്ക്കും ചുക്ക് വെള്ളത്തിനൊക്കെ ആയിട്ട് കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് നമ്മൾ വെള്ളം ശേഖരിക്കുന്നുണ്ട്. നമ്മൾ അടുപ്പ് കൂട്ടുകയാണ്. കുറച്ച് ഓലക്കൊടിയൊക്കെ എടുത്ത് കത്തിച്ചാൽ നന്നായിട്ട് വേഗം തീ പിടിച്ച് കിട്ടും. അപ്പോൾ കത്തി കിട്ടിയിട്ടുണ്ട്. തീ പിടിച്ചാൽ പിന്നെ നല്ല ചൂടാണ് കേട്ടോ. പുറത്തടുപ്പാണ് നമ്മൾ കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീതനയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വിറകും കൂടി ചെയ്താൽ നന്നായിട്ട് കത്തിച്ച് പിടിച്ചോളും. എല്ലാം കത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെമ്പടുപ്പത്തേക്ക് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഇനി കത്തി വെള്ളം നല്ല തിളയ്ക്കുവോളും നമ്മൾ ആ കുടത്തിൽ വെച്ച വെള്ളം കൂടി പുറത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മുറ്റം ഒന്ന് അടിക്കാൻ പോവാം. അപ്പോൾ മുറ്റം നല്ല മരങ്ങളൊക്കെ അടുത്തുണ്ടായതുകൊണ്ട് നല്ലപോലെ ചമ്മലുണ്ടാവും. പ്ലാവിൻ്റെ ഇലയൊക്കെയാണ് കൂടുതലായിട്ട് വീഴാറ്. അപ്പോൾ കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ. മുറ്റം കുറച്ച് ഉണ്ടായതുകൊണ്ട് രാവിലെ തന്നെ അടിക്കണം, ഇല്ലെങ്കിൽ മുറ്റത്തിൻ്റെ ആ ഭാഗത്ത് നല്ല വെയിലാണ്. രാവിലെ തന്നെ അടിക്കുകയാണ് ചെയ്യാറ്. പിന്നെ കുറച്ച് പുറത്തുനിന്ന് രാവിലെ തന്നെ മാങ്ങ കിട്ടിയിട്ടോ, പഴുത്ത് ചാടിയ മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചു. മുറ്റടിക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ വെള്ളം നോക്കുമ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ, തിള വരാനായിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ അതിലേക്ക് അരി കഴുകിയിടുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് ചോറ് വയ്ക്കാറുള്ളത് 2 നേരത്തേക്കും. നല്ല വേവുള്ള അരി ആയതുകൊണ്ട് രാവിലെ ഒന്നിച്ച് തന്നെ വയ്ക്കും. രാത്രിത്തേക്കുള്ള കുറച്ച് മാറ്റി വയ്ക്കും, ബാക്കിയുള്ള ഉച്ചയ്ക്ക് എടുക്കും. അപ്പോൾ അതവിടെ കിടന്ന് തിളച്ച് വന്നോട്ടെ. നമുക്കിനി കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട്. പഴിച്ച് പുറത്തടുപ്പ് വെച്ചാൽ തന്നെ വേഗം ആവും കേട്ടോ. ഫുഡൊക്കെ വേഗം ആവും. എല്ലാം അതിന് കൊണ്ട് തയ്യാറാക്കി വെച്ചാൽ മതി. പിന്നെ പാത്രങ്ങൾ നമ്മൾ രാവിലെ കഴിച്ചതും കുട്ടികൾ കഴിച്ചതും ഏട്ടൻ കഴിച്ചു പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചാൽ നമ്മൾ ഏകദേശം അടുക്കളയിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ കറിയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ മീൻ കിട്ടിയതുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വറുത്തും വെച്ചിട്ടുണ്ട്, കുറച്ച് കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഉച്ചയ്ക്കൊക്കെ ഉള്ളതായി. ഇനി നമുക്ക് ഒക്കെ കഴുകി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അകടിക്കലും തുടയ്ക്കലും കൂടെ കഴിഞ്ഞാൽ ഏകദേശം ജോലിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ചെറിയൊരു സിങ്കാണ് കേട്ടോ, വെള്ളം കുറച്ച് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് സ്ലോയിലാണ് വെള്ളം തുറന്ന് വിടാറ്, അങ്ങനെ വരുന്നത്. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ക്ലീനാക്കാം. ഇനി നമുക്ക് തുടയ്ക്കാം. അടിച്ചു വാരി ഇട്ടതായിരുന്നു, ഇനി തുടയ്ക്കലും കൂടെ കഴിഞ്ഞ് നമുക്ക് ഏകദേശം ജോലിയൊക്കെ തീർന്നു. നമുക്ക് കുറച്ച് കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. കുറച്ചൊക്കെ ഒരു വലുതായിട്ടുള്ളതാണ് കോഴികൾ, ചെറുതുമുണ്ട്. അപ്പോൾ അവർക്ക് തീറ്റ കൊടുത്തതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ